ഓപ്പറേഷൻ തുഫാൻ കേരളത്തിൽ ഒരു വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പിന്തുണയ്ക്കുന്ന ഒരു വലിയ പദ്ധതിയായി ഇത് മാറിയിട്ടുണ്ട്. നേരത്തെ ജനങ്ങൾക്ക് മയക്കുമരുന്ന് മാഫിയയെ പേടിയായിരുന്നെങ്കിൽ ഇന്ന് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ജനങ്ങളെ പേടിയായ അവസ്ഥയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ ഒരുമിച്ച് ഈ മയക്കുമരുന്ന് ലോബിക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ അതുകൊണ്ടാണ് വൻപിച്ച വിജയമായിരിക്കുന്നത്. ഇന്ന് കേരളത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ജനങ്ങൾ ഉത്സാഹപൂർവ്വം ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കും പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുകയാണ്. സാമുദായിക സംഘടനകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, അതോടെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഈ പദ്ധതി മുന്നിട്ടിറങ്ങി സഹായിക്കുന്നതിൽ പ്രത്യേകം അവരോടെല്ലാം നന്ദിയുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും ജനോപകാരപ്രദമായ ഈ നടപടി വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവരിത് അവസാനിപ്പിക്കണം. പോലീസിന്റെ ശക്തമായ നടപടികൾ ഇനിയും ഉണ്ടാകും. ഇത് ഗവൺമെന്റ് വന്നപ്പോൾ ആരംഭിച്ച ഒന്നാണ്, പെട്ടെന്ന് നിർത്തുമെന്നാണ് പലരും കരുതിയത്. ഇതൊരിക്കലും അങ്ങനെ നിർത്തില്ല. ലഹരി മാഫിയയെ പൂർണ്ണമായി കേരളത്തിൽ തുടച്ചു നീക്കുന്നത് വരെ ഈ ഓപ്പറേഷൻ തുഫാനുമായി നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇത് അവസാനിപ്പിക്കണം. പലയിടത്തും ഇപ്പം പുതിയ പുതിയ മാർഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മാരകമായ അസുഖങ്ങൾക്കുള്ള മരുന്ന് വാങ്ങിച്ച് കുത്തിവെക്കുക. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നും ഒരു മെഡിക്കൽ ഷോപ്പും വിതരണം ചെയ്യാൻ പാടില്ല. ഞാൻ ഇത് അവർക്കൊരു മുന്നറിയിപ്പായി തന്നെ നൽകുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർശനമായ നടപടി നേരിടേണ്ടി വരും. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷിതത്വം, പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണിത്. അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതെല്ലാം ഉടൻ തന്നെ നടക്കും. എല്ലാ കാര്യങ്ങളും ഉടൻ തീരും. നമുക്കറിയാമല്ലോ, 1.5 മാസം ഈ ഗവൺമെന്റ് വന്ന ശേഷം ഏകദേശം 2 മാസമാണ് ഇന്നലെ ആയത്. അപ്പം അതിൻ്റെതായ സമയങ്ങളെടുക്കും. പെട്ടെന്ന് ഇതെല്ലാം തീരുമാനിക്കും. അതിൻ്റെ കാരണം അത് തീരുമാനിക്കുന്നത് ഞാനല്ല. അത് ഒരു കമ്മിറ്റിയുണ്ട്. ഹോം സെക്രട്ടറി സെക്യൂരിറ്റിയെ പറ്റി പരിശോധിക്കാനൊരു കമ്മിറ്റിയുണ്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ആ കമ്മിറ്റി ഓരോ കേസും പരിശോധിച്ചിട്ടാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാറുള്ളതും കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് പീരിയോഡിക്കലായി ഒരു 6 മാസം കൂടിയിരിക്കുമ്പോൾ ഈ കമ്മിറ്റി കൂടാറുണ്ട്. ആ കമ്മിറ്റി വരാൻ പോകുന്നേ ഉള്ളൂ. ആ കമ്മിറ്റി കൂടി അവർ പരിശോധിക്കട്ടെ. അത് മന്ത്രി ഇടപെടേണ്ട കാര്യമല്ല. ത്രെഡ് പെർസെപ്ഷൻ നോക്കിയിട്ടാണ് സെക്യൂരിറ്റി ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ആ കമ്മിറ്റി അതിൻ്റെ തീരുമാനമെടുക്കും. അതിൻ്റെ ആ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകും. ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ ഞാൻ ഒരിക്കലും അതിനകത്ത് ഇടപെടാറില്ല. പണ്ടും ഇടപെട്ടിട്ടില്ല, ഇപ്പോഴും ഇടപെടാറില്ല. അതാരും അങ്ങനെ ഇടപെടുന്നത് ശരിയുമല്ല. എന്തിനാണ് ഒരാൾക്ക് സെക്യൂരിറ്റി കൊടുക്കുക? അയാളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ സുരക്ഷിതത്വം ആവശ്യമില്ലാത്തവരുടെ സ്വാഭാവികമായിട്ടും ആ കമ്മിറ്റി ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി നൽകുന്ന ആ കമ്മിറ്റി അത് പരിശോധിച്ച് തീരുമാനമെടുക്കും. മുൻമുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു ജീപ്പ് എപ്പോഴും ഇങ്ങനെ നിന്ന് അതൊരു പോലീസ് സ്റ്റേഷനാക്കി മാറ്റി അവിടെ ഈ വെയിലും മഴയും ഒക്കെ കൊണ്ട് പോലീസുകാരിങ്ങനെ നിൽക്കുന്ന കഴിഞ്ഞ 10 വർഷമായി അത് തുടരുകയാണ്. അതിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അത് മാറ്റണ്ട എന്നുള്ളൊരു തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുത്തു തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഓരോ വ്യക്തി, ശ്രീ പിണറായി വിജയൻ Z+ സെക്യൂരിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, Z+. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി കുറയ്ക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ഈ കമ്മിറ്റിയാണ്. അങ്ങനെ വന്ന് അത് ഇന്റലിജൻസ് റിപ്പോർട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണത്. അത് കുറയ്ക്കണോ വേണ്ടയോ എന്നുള്ളത് ആ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ ആ കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും സെക്യൂരിറ്റി കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടാത്തത്. ആ കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും ആ കാര്യം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും CPM തമ്മിലുള്ള തർക്കവും വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനകത്ത് എന്ത് തർക്കമാണ്? അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പരിഹരിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇടതുമുന്നണിയിലാണ്.
അത് നിങ്ങളാരും കാണുന്നില്ലല്ലോ. ഇടതുമുന്നണിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്, മുന്നണി കൂടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇത്തരം പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിലില്ല. KSU ആൾക്കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പരാതി പരിഹരിക്കും, പരിശോധിക്കും. അത് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊന്നുമില്ല. ആർക്കും ഞങ്ങളെയൊക്കെ നൂറുകണക്കിന് ആളുകളാണ് അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും അതൊന്നുമില്ല. മുഖ്യമന്ത്രി എല്ലാവർക്കും കാണാം. ഇപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ വന്ന് 7 മണി മുതൽ എല്ലാവരും കാണുക. അല്ല KSUക്കാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അവർ അഭിപ്രായങ്ങൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിന് ചില രീതികളുണ്ട്. അത് മുഖ്യമന്ത്രിയെ കണ്ടവർക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി കണ്ടാൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് അദ്ദേഹം ഉൾക്കൊള്ളുമല്ലോ, ഉൾക്കൊള്ളാതിരിക്കില്ലല്ലോ. അത് അദ്ദേഹം മാത്രം, ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുമല്ലോ. ഏതായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ കൂടുതലുള്ളത് LDFിലാണ്. നിങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങളോട് പറയും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നീട് പല പരാതിയും വന്നു. അപ്പോൾ അത് പിന്നീട് കേസ് അന്വേഷണം നിലച്ചുപോയി. ഹൈക്കോടതി 3 മാസത്തിനകം അത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതല്ലേ ED? അല്ലല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ED അതെനിക്ക് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. അതെനിക്ക് പരിശോധിക്കാതെ പറയാൻ കഴിയില്ല. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടും KSUവിന്റെ എതിർപ്പുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുകയുണ്ടായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല.